യേശു ഏകരക്ഷകൻ എന്ന പ്രഭാഷണ പരമ്പരയിലെ 20ാമത്തെ വീഡിയോ ആണ് ഇത്. 1ാമത്തെ വീഡിയോ മുതൽ അതിന്റെ ക്രമത്തിൽ കാണുവാനായിട്ട് ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ട് നേരിട്ടേക്കും, സംശയങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. നമ്മുടെ ആദി മാതാപിതാക്കളായ ആദവും ഹവ്വായും വിലക്കപ്പെട്ട വൃക്ഷത്തിന്റെ ഫലം തിന്ന് ദൈവത്തിനെതിരെ പാപം ചെയ്തു. ഇതിന്റെ അനന്തരഫലമായി മനുഷ്യവംശത്തിന് മുഴുവൻ ഒരു പാപപ്രകൃതി, സിൻഫുൾ നേച്ചർ ലഭിക്കുകയും ചെയ്തു. മനുഷ്യരെല്ലാവരും പാപം ചെയ്തിട്ടുള്ളവരാണ്. എന്നാൽ മനുഷ്യവംശത്തിന്റെ മുമ്പിൽ ദൈവം രക്ഷയുടെ ഒരു വാതിൽ തുറന്നുകൊടുത്തു. പാപം ചെയ്ത ആദി മാതാപിതാക്കളെയും മനുഷ്യരെയും ദൈവം കൈവെടിഞ്ഞില്ല. പിന്നെയോ അവർക്ക് വേണ്ടി ഒരു രക്ഷാകര പദ്ധതി തയ്യാറാക്കി ക്രിസ്തുവിനെ രക്ഷകനായി ഈ ഭൂമിയിലേക്ക് അയച്ചു. എന്നാൽ ആദി മാതാപിതാക്കളുടെ പതനത്തിന് മുൻപ് തന്നെ മാലാഖമാരുടെ പതനം സംഭവിച്ചിരുന്നു. ലൂസിഫറിന്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം മാലാഖമാർ ദൈവത്തെ വിട്ടുപോയി പിശാചുക്കളായി തീർന്നു. എന്നാൽ ദൈവം ഈ പിഴച്ച മാലാഖമാരെ കൈവിടിയുകയാണ് ചെയ്തത്. രക്ഷയുടെ ഒരു വാതിൽ ദൈവം അവർക്ക് തുറന്നു കൊടുത്തില്ല. അവർക്ക് വേണ്ടി ദൈവം രക്ഷാകര പദ്ധതി തയ്യാറാക്കിയില്ല. ഒരു രക്ഷകനെ അവർക്ക് വേണ്ടി അയച്ചില്ല. എന്തുകൊണ്ട് ഈ പിഴച്ച മാലാഖമാർ രക്ഷിക്കപ്പെട്ടുകൂടാ? ഇതേക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പങ്കുവയ്ക്കുവാനായിട്ട് പോകുന്നത്. ഒരു ഉദാഹരണത്തിന്റെ സഹായത്തോടെ നമുക്ക് ആരംഭിക്കാം. നമ്മുടെ നാട്ടിൽ വസിക്കുന്ന പ്രായം ചെന്ന വലിയ വിശുദ്ധനായ ഒരു വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. ഇദ്ദേഹം ഫ്രാൻസിസ് അസീസിയെ പോലെ വളരെ വിശുദ്ധനായ വ്യക്തിയാണ്. പ്രായം ചെന്നു, മരിച്ചിട്ടില്ല, ഭൂമിയിൽ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ദൈവത്തെക്കുറിച്ചും അതുപോലെ മരണാനന്തര ജീവിതത്തെക്കുറിച്ചും ആത്മീയ സത്യങ്ങളെക്കുറിച്ചുമൊക്കെ പരിശുദ്ധാത്മാവ് കൊടുത്തിരിക്കുന്ന ഉന്നതമായ ആഴത്തിലുള്ള ആത്മീയ ജ്ഞാനം ഈ മനുഷ്യനുണ്ട്. ഇനി ഒരു സാധാരണ ക്രിസ്ത്യാനി നമ്മുടെ ഇടയിൽ ജീവിച്ചിരുന്നയാളാണ്. ഈ സമയത്ത് മരിച്ചുപോയി. വിശുദ്ധനൊന്നുമല്ല, പക്ഷെ കഷ്ടിച്ച് രക്ഷപ്പെട്ട് സ്വർഗത്തിൽ എത്തുകയും ചെയ്തു. ഇപ്പോൾ ദൈവത്തോടൊത്ത് സ്വർഗത്തിൽ വസിക്കുകയാണ്. നമ്മൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഈ വിശുദ്ധനെയും സ്വർഗത്തിൽ ആയിരിക്കുന്ന ഈ സാധാരണ വിശ്വാസിയെയും തമ്മിൽ താരതമ്യം ചെയ്താൽ കൂടുതൽ ആത്മീയ മൂല്യം അല്ലെങ്കിൽ കൂടുതൽ ആത്മീയ മഹത്വം ഉള്ളത് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഈ വിശുദ്ധന് തന്നെയാണ്. ഈ വിശുദ്ധന് ദൈവത്തെക്കുറിച്ച് ആഴത്തിലുള്ള അറിവുണ്ട്, പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്ന ജ്ഞാനം. എന്നാൽ ഈ സ്വർഗത്തിൽ ഇപ്പോൾ ദൈവത്തോടൊത്ത് വസിക്കുന്ന ഈ സാധാരണ ക്രൈസ്തവന് ഇതിനേക്കാളെല്ലാം വളരെ ഉന്നതമായ ഒരു അറിവ് ദൈവത്തെക്കുറിച്ചും ആത്മീയ ലോകത്തെക്കുറിച്ചുമുണ്ട്. കാരണം അയാള് നേരിട്ട് ദൈവത്തോടൊത്ത് സ്വർഗത്തിൽ ഇപ്പോൾ വസിക്കുകയാണ്. അപ്പോൾ ഈ ഉദാഹരണം നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുക. ഇനി നമുക്കറിയാം, ആദത്തെയും ഹവ്വായെയും ദൈവം ഇല്ലായ്മയിൽ നിന്ന് നേരിട്ട് സൃഷ്ടിച്ചു. താമസിക്കുവാനായിട്ട് ഫലസമൃദ്ധമായ ഏദൻ തോട്ടം നൽകി. ഇരുവർക്കും യോജിച്ച ജീവിത പങ്കാളിയെ ലഭിച്ചു. പ്രപഞ്ചത്തിൽ താൻ സൃഷ്ടിച്ച സകലതിന്റെ മേലും ദൈവം അവർക്ക് ആധിപത്യം നൽകി. അപ്പോൾ എന്തുമാത്രം നന്മയാണ് ആദത്തിനും ഹവ്വായിക്കും ദൈവം ചെയ്ത് കൊടുത്തത്. ദൈവം തങ്ങളെ സ്നേഹിക്കുന്നുവെന്നും തങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്നുവെന്നും ആദത്തിനും ഹവ്വായിക്കും മനസ്സിലാക്കുവാൻ ഇത്രയും നന്മകൾ ധാരാളം മതി. എന്നിട്ടും അവര് വിലക്കപ്പെട്ട വൃക്ഷത്തിന്റെ ഫലം തിന്നു. അപ്പോൾ അവർ ചെയ്ത ഈ പാപത്തിന്റെ പേരിൽ അവർക്ക് എന്തെങ്കിലും ഒഴികഴിവ് പറയുവാനായിട്ട് സാധിക്കത്തില്ല. ദൈവത്തിന്റെ നന്മയെ മനസ്സിലാക്കുവാൻ ആവശ്യത്തിനുള്ള അറിവ് അവർക്ക് ഉണ്ടായിരുന്നു. എന്നാൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ മാലാഖമാര് സ്വർഗത്തില് ദൈവത്തോടൊത്ത് നേരിട്ട് താമസിക്കുകയാണ്. അപ്പോൾ ഈ മാലാഖമാർക്ക് ദൈവത്തെക്കുറിച്ചും ആത്മീയ ലോകത്തെക്കുറിച്ചും ഉള്ള അറിവുമായി താരതമ്യം ചെയ്യുമ്പോൾ ആദി മാതാപിതാക്കൾക്ക് ഈ പതനത്തിന് മുമ്പ് ദൈവത്തെക്കുറിച്ചുണ്ടായിരുന്ന ഈ അറിവ് വളരെ കുറവാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ അവസ്ഥയിലാണ് ഈ ആദി മാതാപിതാക്കള് ആദ്യപാപം ചെയ്യുന്നത്. അതിനാൽ ഈ ആദ്യപാപത്തിന് ശേഷം ദൈവസ്നേഹത്തെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും കൂടുതൽ അറിവ് ഈ ആദി മാതാപിതാക്കൾക്ക് നൽകാൻ ദൈവത്തിന് സാധിക്കും. അങ്ങനെ അവരെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. ഇനി മനുഷ്യവംശം ആദി മാതാപിതാക്കളുടെ ആദ്യപാപത്തിൽ പങ്കുപറ്റുന്നു. അതുമൂലം പാവപ്രകൃതിയുള്ളവരായി ജനിക്കുന്നു.
എന്നാൽ ഇതവരുടെ വ്യക്തിപരമായ കുറ്റം കൊണ്ടല്ല. ഇക്കാരണത്താല് ഈ ദൈവത്തെക്കുറിച്ച് കൂടുതൽ അറിവ് നൽകുകയാണെങ്കിൽ മനുഷ്യരിൽ അനേകം പേർ മാനസാന്തരപ്പെടുകയും ദൈവത്തോടുള്ള സ്നേഹബന്ധത്തിലേക്ക് കടന്നു വരികയും ചെയ്യും. ഇക്കാരണത്താല് ആദിമാതാപിതാക്കളുടെയും അതുപോലെ മനുഷ്യവംശത്തിന്റെയും മുമ്പില് രക്ഷയുടെ വാതിൽ തുറന്നു കൊടുക്കുക എന്നത് ഉചിതമായ ഒരു കാര്യമാണ്. ഇതിൽ പ്രസക്തിയുണ്ട്. എന്നാൽ ഈ മാലാഖമാര് ദൈവത്തോടൊത്ത് നേരിട്ട് സ്വർഗത്തിൽ വസിച്ചിരുന്നവരാണ്. ദൈവത്തെക്കുറിച്ചും ആത്മീയ ലോകത്തെക്കുറിച്ചും അവർക്കുള്ള അറിവ് അത്രയ്ക്ക് ഉന്നതമാണ്. ഇതിലും കൂടുതൽ അറിവ് അവർക്ക് പ്രത്യേകിച്ച് നൽകാനില്ല. ഇത്രയും ഉന്നതമായ അറിവിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ദൈവത്തെ അവർ ഉപേക്ഷിച്ചു കളഞ്ഞാൽ അതൊരു സമൂല തിരസ്കരണം, ഒരു റാഡിക്കൽ റിജക്ഷൻ ആണ്. ഇങ്ങനെ ദൈവത്തെ തള്ളിക്കളഞ്ഞാൽ പിന്നെ മാനസാന്തരപ്പെടുക എന്നത് അസാധ്യമായ കാര്യമാണ്. ഇതുകൊണ്ടാണ് മാലാഖമാർ രക്ഷിക്കപ്പെടാൻ പാടില്ലാത്തത്. ദൈവ കരുണയുടെ അപ്പസ്തോല എന്ന് വിളിക്കപ്പെടുന്ന സിസ്റ്റർ ഫവസ്തീന പോളണ്ടിൽ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു വിശുദ്ധയാണ്. നിങ്ങൾക്ക് പരിചിതയായ ഒരു വ്യക്തിയായിരിക്കും. ഈ സിസ്റ്ററിന്റെ ഡയറി കുറിപ്പുകൾ എഴുതിയിട്ടുള്ള ഒരു പുസ്തകമുണ്ട്. ഞാൻ കുറെ കാലം മുമ്പ് ആ പുസ്തകം ഇങ്ങനെ വായിക്കുകയായിരുന്നു. അപ്പോൾ ഈ പുസ്തകത്തില് യേശുവും ഈ ഫവസ്തീന സിസ്റ്ററുമായുള്ള നിരവധി ആത്മീയ സംഭാഷണങ്ങൾ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു തവണ ഫവസ്തീന യേശുവിനോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് മാലാഖമാർ രക്ഷിക്കപ്പെടാൻ പാടില്ലാത്തത്? അപ്പോൾ യേശു നൽകുന്ന മറുപടിയും ഇത് തന്നെയാണ്. മാലാഖമാർക്ക് ഉള്ള ആ ആത്മീയ ജ്ഞാനം അത് അത്രയ്ക്ക് വലുതാണ്. അപ്പോൾ ഇത്ര ഉയർന്ന അറിവിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ദൈവത്തെ ഉപേക്ഷിച്ചതിനാലാണ് അവർക്ക് പിന്നെ രക്ഷിക്കപ്പെടാൻ സാധിക്കുകയില്ലാത്തത്. ഇനി ദൈവത്തെക്കുറിച്ച് തങ്ങൾക്ക് കൂടുതൽ അറിവുണ്ടായിരുന്നുവെങ്കിൽ തങ്ങൾ വിലക്കപ്പെട്ട വൃക്ഷത്തിന്റെ ഫലം തിന്നില്ലായിരുന്നു എന്ന് ആദിമാതാപിതാക്കൾക്ക് പറയാൻ സാധിക്കത്തില്ല. കാരണം ദൈവത്തെക്കുറിച്ച് വളരെ ഉന്നതമായ അറിവ് ഉണ്ടായിരുന്ന മാലാഖമാർ ദൈവത്തെ ഉപേക്ഷിച്ചു. ഇനി ഈ ഭൂമിയിലെ വിശുദ്ധര് ആദിമാതാപിതാക്കൾക്ക് ജന്മനാ ലഭിച്ചിട്ടുള്ളിടത്തോളം കൃപ അവർക്ക് ലഭിച്ചിട്ടില്ല. നിരവധി സഹനങ്ങളുടെ ലോകത്താണ് ഈ വിശുദ്ധർ താമസിക്കുന്നത്. എന്നിട്ടും അവർ ദൈവത്തോട് വലിയ വിശ്വസ്തത കാണിക്കുന്നു. ഇക്കാരണത്താല് ഈ ആദ്യഭാവം ചെയ്തതിന്റെ പേരിൽ എന്തെങ്കിലും ഒഴികഴിവ് പറയുവാനായിട്ട് ആദിമാതാപിതാക്കൾക്ക് സാധിക്കുകയില്ല. മാലാഖമാർ എന്തുകൊണ്ട് രക്ഷിക്കപ്പെട്ടുകൂടാ എന്നതിനെക്കുറിച്ച് കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ച്, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന ഭാഗം കൂടി നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. ദൈവത്തിന്റെ അനന്ത കാരുണ്യത്തിന്റെ കുറവല്ല, പ്രത്യുത മാലാഖമാരുടെ തീരുമാനത്തിന്റെ തിരുത്താനാകാത്ത സ്വഭാവമാണ് അവരുടെ പാപത്തെ അക്ഷന്ത്യവ്യമാക്കുന്നത്. മരണശേഷം മനുഷ്യർക്ക് മനസ്താപം സാധ്യമല്ലാത്തതുപോലെ മാലാഖമാർക്ക് അവരുടെ പതനശേഷം മനസ്താപം സാധ്യമല്ല.